അത് ശരി. അകത്ത് കളി നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിലാണോ തന്റെ തീറ്റ? ഉച്ചക്ക് കിട്ടിയത് കഴിച്ചിട്ട് വിശപ്പ് മാറിയില്ല. ഇതൊരു നേപ്പാളി തന്നതാ. എന്നാലേ നാളെ മുതൽ തനിക്ക് ഇലയിട്ട് സദ്യ വിളമ്പി തരാം. വന്ന് പെട്ടെന്ന് വേഷം മാറും. വേഷം മാറാനോ? എന്തിന്? തന്റെ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ നേരമില്ല. മതി കഴിച്ചത്. അല്ല, വിശക്കുമ്പോ എന്തെങ്കിലും കഴിക്കണ്ടേ? ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഒരു ഐറ്റം ചെയ്യണം. രാജേഷ് തിവാരി പനി പിടിച്ച് കിടപ്പില്ല. ഈ പീരങ്കിക്കകത്തോട്ട് കയറി. അയ്യോ, ഇതിനകത്തോ? ഞാൻ സർക്കസ് പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇതിലെന്ത് പഠിക്കാനിരിക്കുന്നു? ചുമ്മാ കയറി കിടന്നാ മതി. അന്നാമന്മാര് കൊന്നാ മതിയായിരുന്നു. ഒറ്റയടിക്ക് തീർന്നെ. ഇത് കൊലയാണല്ലോ. കിടന്ന് പിറുപിറുക്കാതെ കേറടാ കഴുത. बहुत अच्छा भाई और बहनों, द ग्रेट इंडियन पीरंगी जंप. ये जंबो എഴുന്നേറ്റ് താഴെ വരാൻ. താഴെ വരാൻ. കുത്തബ് മൈനാർ വടകരയിലാണോ? അതെ അതെ അതെ, പണ്ട് മുതലേ അവിടെ തന്നെ. മോമ്പാ വേല ഇതാ. ഇവന്റെ ഫോളിംഗ് അസലായിരുന്നു. താങ്ക് യു സർ. ഓഡിയൻസിന്റെ കണ്ണ് തള്ളിപ്പോയി. തിവാരിയുടെ പനി മാറിയാലും ഇനി ഈ ഐറ്റം ഇവൻ തന്നെ ചെയ്താൽ മതി. ഓക്കെ സർ. അടുത്ത തവണ വീഴുമ്പോ തല കുത്തി വീണ ഒന്നും കൂടെ നന്നായിരിക്കും. അത് ഈസി ആയിട്ട് ചെയ്യിക്കാം. ഇവനാണോ അഭ്യാസി അല്ലേ? അണ്ണാ, ഭാർഗവണ്ണ, അണ്ണോ, ഇയാളിത് എവിടെ പോയി കിടക്കുക? ഭാർഗവണ്ണ, പതുക്കെ വിളിക്കടോ. വല്ലവനും കണ്ടുപിടിച്ചാ പിന്നെ ഇവിടെ നിന്ന് ഓടേണ്ടി വരും. എന്തായി? അപ്പം മോട്ടോറേഷൻ കിട്ടിയോ? കിട്ടിയില്ലെണ്ണ. കപ്പ ആയില്ല മുളക് കിട്ടതും ഈ നേരത്തെ അതൊക്കെ എവിടെ കിട്ടാനാണ്? എല്ലായിടത്തും തിരക്കിയോ? അതെങ്ങനാ? മുട്ട റോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചോണ്ട് ടൗൺ മുഴുവൻ തെണ്ടാനൊക്കോ? 2 പരിപ്പോടെയുണ്ട്. ഇത് തിന്നേച്ചേ കുറച്ച് പച്ചവെള്ളം കുടിച്ചാൽ മതി. പരിപ്പോടെ? അതെ, പരിപ്പോടെ തന്നെ. മോശപ്പെട്ട ഒരവസ്ഥ വരുമ്പോ മനുഷ്യൻ അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ജബ്ബാറേ. അതെ, ജബ്ബാറ് തന്നെ. വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഒരയില മുളകിട്ടത്. കുറെ കാലമായില്ല അയില തിന്നാൻ തുടങ്ങിയിട്ട്. ഇതുവരെ മടത്തില്ലേ? അപ്പൊ നിങ്ങൾക്കും എന്നെ വിലയില്ലാതായി. അണ്ണ, ടൗണിലെ മുഴുവൻ അണ്ണനെതിരെ ജാഥയും പൊതുയോഗവും നടക്കുക. കറണ്ട് ഭാർഗവനെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ആളുകൾ അലറി വിളിക്കുക. പാത്തും പതുങ്ങിയ ഞങ്ങൾ ഈ പരിപ്പിട തന്നെ ഒപ്പിച്ചത്. അണ്ണന്റെ ആൾക്കാരാണ് ഞങ്ങളെന്ന് വല്ലവരും തിരിച്ചറിഞ്ഞാൽ. കണ്ണപ്പം പറഞ്ഞപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ജബ്ബാറ്. അണ്ണാ, അണ്ണനോട് എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അണ്ണനൊന്ന് ആലോചിച്ച് നോക്കിയേ. മര്യാദയ്ക്കൊന്ന് കിടന്നുറങ്ങിയിട്ട് നാളെത്രായി. ഇവിടുത്തെ കൊതു കടിച്ചിട്ടാണ് മേലാകെ ചൊറിച്ചില്ല. ഇനി അങ്ങോട്ട് എന്താവും ഒരെത്തും പിടിയില്ല. ടൗണിൽ പോയപ്പോ ഞങ്ങൾ ആലോചിച്ചതാ ബാർബർ ഷോപ്പിൽ കയറി മൂടി പറ്റ അങ്ങ് വെട്ടിച്ചാലോന്ന്, ആളറിയാതിരിക്കാൻ. ഒരു ഉപദേശം ചോദിക്കാമെന്ന് വെച്ചാൽ ഡോക്ടറെയും കാണാനില്ല. മണ്ടത്തരം പറയാതണ്ണ. ഇത്രയും കാലമായിട്ടും അയാൾ എന്ത് പിന്നാക്ക ചെയ്തത്? പിന്നെന്താണോ വഴി? പന്നികളെ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. വേല ഇതാട്ടെ, എനിക്ക് നടുവേദനയുണ്ട്. അതുകൊണ്ട് അടുത്ത ഷോയ്ക്ക് ഞാൻ കയറിക്കോളാം. ഈ കളി കഴിയുമ്പോ നടുവേദനയൊക്കെ താനേ മാറിക്കോളും. ഇവിടെ 30 വർഷമായി ഞാൻ ട്രിപ്പീസ് കളിക്കാൻ തുടങ്ങിയിട്ട്.
താനൊക്കെ ജീവിതത്തിൽ ട്രപ്പീസ് കളിച്ച് തടി തപ്പാൻ നോക്കുന്ന ജാതി. തുണി അലക്കാനും കക്കൂസ് ഇടാനും പറഞ്ഞാൽ അനുസരിക്കില്ല. ഇങ്ങനെ തിന്നു മുടിക്കാനായി മാത്രം ഒരുത്തന്നെ ഇവിടെ ആവശ്യമില്ല. ഓഡിയൻസിനെ നോക്കി കൈവീശി കാണിക്കണ കഴുതേ. മതി മതി, കേറങ്ങോട്ടോ. மீண்டும் மீண்டும் பார்க்க தூண்டும் உங்கள் நெஞ்சை விட்டு மாறாத இந்த பீரங்கி ஐட்டம் ஜம்போ ரஷ்யன் சர்க்கஸில். എന്റെ അന്ത്യം ഇവിടെ വെച്ച് തന്നെയാവാം. ചുറ്റും ചില കെട്ടിടങ്ങൾ ഉണ്ടെന്നല്ലാതെ ആളരക്കം കാണാനില്ല. നിലവിളിച്ചാൽ പെട്ടെന്നാരും വരുമെന്ന് തോന്നുന്നില്ല. കത്തിയോ തോക്കോ എന്താന്ന് വെച്ചാൽ എടുത്തോളൂ, ഞാൻ റെഡിയാണ് മരിക്കാൻ. എന്താ കൊല്ലുന്നില്ലേ? ഞാൻ ആരെയും കൊല്ലാനൊന്നും വന്നതല്ല. ഞാൻ കാരണം ഡോക്ടർക്ക് യാതനകളെ ഉണ്ടായിട്ടുള്ളൂ എന്നറിയാം. മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ല എനിക്ക്. ഞാൻ ചികിത്സ തേടി വന്നതല്ല. ഇനി ഒരിക്കലും അതിന് ഞാൻ ഡോക്ടർ പുറകെ വരില്ല. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഞാൻ കാട്ടിലേക്ക് തന്നെ മടങ്ങാം. നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് എൻ്റെ വിധി. അതവിടെ വെച്ച് എനിക്ക് കിട്ടട്ടെ. ഡോക്ടർ നാട്ടിലേക്ക് വരും, പഴയ ജീവിതത്തിലേക്ക്. അത് പറയാമെന്നാ ഞാൻ. അതിന് വെറും സ്വപ്നമാണ്. ഞാൻ എങ്ങോട്ടുമില്ല. താൻ കൊല്ലുന്നുണ്ടെ കൊല്ലടോ. ഡോക്ടർ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ കാട്ടിലേക്ക് മടങ്ങിയാൽ ഡോക്ടറെ കൊല്ലാൻ ആരും വരില്ല. എന്ന് വെച്ചാൽ അതൊന്നും വിശദീകരിച്ചിട്ട് കാര്യമില്ല. ഡോക്ടർ, ഞാൻ പറയുന്നത് വിശ്വസിക്കും. തന്നെ പോലൊരാൾക്ക് എന്റെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠ എന്തിന്? കുറ്റബോധവും മാപ്പ് ചോദിക്കാനുള്ള ആഗ്രഹമൊക്കെ നന്മയുള്ള മനസ്സിലെ ഉറവെടുക്കൂ. ഇത് സത്യമാണെങ്കിൽ കുറച്ചു നാളുകളായി തന്റെ ഉള്ളിൽ താൻ പോലും അറിയാതെ വീണ്ടും വിചാരത്തിന്റെ ഒരു വടംവലി നടക്കുന്നുണ്ടാവണം. ദീർഘകാലമായുള്ള തെറ്റുകളിൽ നിന്നുള്ള മോചനം, നന്മയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ദാഹം. അതുകൊണ്ടല്ലേ മറ്റുള്ളവരെ അപായപ്പെടുത്താൻ ആയുധമെടുക്കുമ്പോൾ കൈവിറയ്ക്കുന്നത്? അതുകൊണ്ടല്ലേ ആത്മധൈര്യം ചോർന്നതായി അനുഭവപ്പെടുന്നത്? അത് തിരിച്ചറിയാൻ ഭാർഗവന് കഴിഞ്ഞില്ല. ഉള്ളിന്റെ ഉള്ളിൽ നടന്ന ആ സംഘർഷമാണ് ഭാർഗവന്റെ രോഗം. നന്മയുള്ളൊരു ജീവിതമേ ഇനി വേണ്ടൂ എന്ന് ഭാർഗവൻ തീരുമാനിച്ചാൽ മതി. അപ്പോ ശക്തനായ ആത്മവിശ്വാസമുള്ള ഭാർഗവൻ പുനർജനിക്കും. ശരിയാണ് ഡോക്ടർ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. ആഗ്രഹിക്കാത്ത സാഹചര്യങ്ങളിലേക്ക് പലപ്പോഴും ഞാൻ വലിച്ചെറിയപ്പെടുകയായിരുന്നു. ഡോക്ടർക്കറിയാമോ, വിഷം കുടിച്ച എന്റെ അച്ഛൻ മരിച്ചത്. എന്നെ പ്രസവിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് എന്തോ രോഗം വന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു അമ്മ. എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ അമ്മയെ ചികിത്സിച്ച് അച്ഛൻ മുടിഞ്ഞിരുന്നു. കഞ്ഞി വെക്കുന്നത് അച്ഛൻ, അത് കോരിത്തരുന്നത് അച്ഛൻ, സ്കൂളിൽ കൊണ്ടാക്കുന്നത് അച്ഛൻ. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഫീസ് കൊടുക്കാൻ പറ്റാതെ എന്റെ നിൽപ്പെന്നും സ്കൂളിന്റെ വരാന്തയിലായിരുന്നു. അമ്മാവന്റെ ഒരു മകള് കല്യാണം കഴിച്ച് ഭർത്താവിനോടൊപ്പം നാഗാലാൻഡിലുണ്ടായിരുന്നു. ഒരിക്കൽ നാട്ടിൽ വന്നപ്പോ ഞങ്ങളുടെ കൂടെ വിട്ട ഇവനെ ഞങ്ങളെ നന്നായി പഠിപ്പിച്ചോളാന്ന് പറഞ്ഞു. ഒരേ ഒരു മകനല്ലേ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി എന്നെ അവരോടൊപ്പം അച്ഛൻ വിട്ടു. അവിടെ നിന്നാണ് എന്റെ ദുരന്തം തുടങ്ങുന്നത്. എന്നെ അവർ സ്കൂളിൽ അയച്ചതേ ഇല്ല. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ 3 വയസ്സുള്ള 2 കുട്ടികളെ ഞാൻ നോക്കണം. പിന്നെ അടുക്കള പണിയും ഞാൻ തന്നെയാണ്. അന്ന് ഞാൻ കരയാത്ത ദിവസങ്ങളില്ല.
മിക്ക ദിവസം അവരെന്നെ അടിക്കും. തീക്കുള്ളി എന്റെ ദേഹത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അമ്മ മരിച്ച വിവരത്തിന് കമ്പി വന്നിട്ട് അവരെന്നെ അറിയിച്ചില്ല. നാട്ടിൽ പോയി ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. സഹിക്ക വയ്യാതായപ്പോ ഒളിച്ചോടി. ആ യാത്ര അവസാനിച്ചത് ജയിലിൽ. അച്ഛൻ എന്നെ തിരക്ക് നാഗാലാൻഡിൽ പോയിരുന്നെന്ന് പിന്നീടാണ് അറിഞ്ഞത്. ആ കുരുത്തം കെട്ടവൻ എവിടെയോ പോയി തുലഞ്ഞു കാണുമെന്ന് അച്ഛനോട് അവർ പറഞ്ഞു. അമ്മ മരിച്ച് തനിച്ചായ അച്ഛന് അത് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അധികം വൈകാതെ അച്ഛൻ വിഷം കഴിച്ചു മരിച്ചു. എപ്പോഴും നാട്ടിലെത്തപ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷേ മദിരാശിയിലെ ഒരു ഹോട്ടലിൽ 2 കൊല്ലം എച്ചിൽ കഴുകി സ്വരൂപിച്ചു വെച്ച പണവും കൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ നാഗാലാൻഡിൽ പോയി. എന്റെ അമ്മാവന്റെ മകളെന്ന് പറഞ്ഞവളെ ഞാൻ തല്ലി തല്ലി ചതച്ചു. അവളുടെ മൂക്കിന്റെ പാലം ഞാൻ ചവിട്ടി അരച്ചു. എതിരാളിയെ ആക്രമിക്കാൻ ശീലിച്ചത് അന്ന് മുതൽക്കായിരിക്കണം. അപ്പൊ അച്ഛനെ പറ്റി അന്ന് എന്നോട് പറഞ്ഞതൊക്കെ? അച്ഛനെ പറ്റി സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. അതുകൊണ്ട് അന്നങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഭാർഗവൻ, നല്ലവനായ അച്ഛന്റെ നല്ലവനായ മകനാണ് നിങ്ങൾ. ഇടയ്ക്ക് സംഭവിച്ചതെല്ലാം സാഹചര്യങ്ങൾ മാത്രം. ആ സാഹചര്യങ്ങളിൽ നിന്ന് പരിപൂർണമായി പിന്മാറാതെ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാവില്ല. അതെ ഡോക്ടർ, അതുതന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ഞാൻ അകപ്പെട്ടിരിക്കുന്നത് വല്ലാത്തൊരു കെണിയിലാണ് ഡോക്ടർ. എന്ത് കെണിയായാലും നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ മറ്റാരെയും അനുവദിച്ചുകൂടാ. ഭാർഗവൻ അത് കഴിയണം. വേറെ പോം വഴികളില്ല. ഭാർഗവ, എന്നെ താൻ ഭ്രാന്ത് പിടിപ്പിക്കരുത്. എന്റെ 20 കോടി കളഞ്ഞിട്ടും തന്നോട് ക്ഷമിച്ചവനാ ഞാൻ. കളഞ്ഞ 20 കോടി എങ്ങനെ ഉണ്ടായതാണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതല്ലേ. അല്ലെങ്കിലും ഞാൻ തർക്കിക്കാനില്ല. എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഭീഷണിപ്പെടുത്തി ഇനി എന്നെ നിങ്ങളോട് നിർത്താമെന്ന് വിചാരിക്കണം. ഭീഷണിയുടെ ആവശ്യം എന്താണ് ഭാർഗവ? ഈ കണ്ണിൽ നിന്നൊരാൾ പിരിഞ്ഞു പോയാൽ സ്വാഭാവികമായി എന്താണ് സംഭവിക്കുക എന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരണോ? മരണമല്ലേ? അറിയാം മിസ്റ്റർ. ഊട്ടിയിലെ ബംഗ്ലാവിൽ സുഖവാസത്തിൽ കഴിഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് ഇയാളെ നിർദ്ദേശങ്ങൾ അയക്കുമ്പോ അവിടെ പല തവണ മരണത്തെ നേരിൽ കണ്ടവനാ ഞാൻ. ആ ഭയം എനിക്കിപ്പോ ഇല്ലടോ. എങ്കിൽ താൻ ഒരുങ്ങിക്കോ ഭാർഗവ. തന്റെ മുന്നിൽ വരാൻ എനിക്കിന് ഒരുങ്ങേണ്ട കാര്യമില്ലടോ. കാണാം നമുക്ക്. എന്നെ ജീവനോടെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് രാമനാഥൻ തീർത്തു പറഞ്ഞു. അപ്പോ ഒന്നുകിൽ അയാൾ അല്ലെങ്കിൽ ഞാൻ. അതേ ഇനി നടക്കും. അങ്ങനെ തീരുമാനിച്ചെങ്കിൽ ഇനി വൈകേണ്ട കാര്യമില്ല. അധികൃതരോടെല്ലാം തുറന്നു പറയണം. രാമനാഥന്റെ മുഖം മൂടി വലിച്ചു കീറണം. കുറച്ചുകൂടി നേരത്തെ ഇവിടെ വരുമെന്നായിരുന്നു കരുതിയിരുന്നത്. അതുകൊണ്ട് ഇന്നലെ തന്നെ അങ്ങ് ചാർജ് എടുത്തു. ഭാർഗവൻ വെളിപ്പെടുത്താൻ പോകുന്ന സത്യങ്ങൾ കേട്ട ഉടൻ നടപടിയെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് വേണ്ടേ? ഈ സന്ദർഭത്തിന് യോജിച്ചത് ആയുധത്തെക്കാൾ അധികാരമാണെന്ന് എനിക്ക് തോന്നി. പറഞ്ഞോളൂ, പറയാനുള്ളതെല്ലാം പറഞ്ഞോളൂ. ആ, മനഃശാസ്ത്രജ്ഞന്റെ അമ്മയും സഹോദരിയും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? 3 പേരെ ഞാൻ വന്ന് കണ്ടോളാം. എടോ ഭാർഗവ, ഡിപ്പാർട്ട്മെന്റിലും സമൂഹത്തിലും വർഷങ്ങളായി ഞാൻ ഉണ്ടാക്കിയെടുത്ത ക്ലീൻ ഇമേജ് ഉണ്ടല്ലോ, അറിയപ്പെടുന്ന ഒരു കുറ്റവാളിയായ ഭാർഗവന് അത് തകർക്കാനാകില്ല. പോലീസിലോ കോടതിയിലോ എവിടെ വേണമെങ്കിലും താൻ പോയി പറഞ്ഞു എനിക്ക് കഞ്ചാവ് തോട്ടങ്ങളുണ്ടെന്നും ജോസഫ് മാത്യുവിനെ കൊന്നത് ഞാനാണെന്നും. പക്ഷേ തെളിവുണ്ടോ കയ്യിൽ? പോലീസും കോടതിയും തെളിവ് ചോദിക്കും. വ്യക്തികൾക്ക് അവകാശമില്ലാത്ത ഏതോ കാടിന്റെ താഴ്വരകളിലെ കഞ്ചാവ് തോട്ടങ്ങൾ എന്റേതാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? എങ്ങനെ വിശ്വസിപ്പിക്കും? ബുദ്ധിയില്ലടോ തനിക്ക്. അതുകൊണ്ടെടുത്ത തീരുമാനമായതൊക്കെ. ബുദ്ധിയില്ലാത്ത പൊട്ടന്മാർക്കൊരു കുഴപ്പമുണ്ട്. അവര് മുൻപിൻ നോക്കാൻ അറിയാത്തവരാ. അവൻ അടിക്കുന്ന അടിയിൽ ബുദ്ധിമാൻ അവന്റെ ബുദ്ധി സൂക്ഷിച്ചിരിക്കുന്ന തലച്ചോറ് ചിന്നി ചിതറും. അടിക്കാൻ കൈ പൊങ്ങിയാലല്ലേ ഭാർഗവ? എപ്പോഴെങ്ങനെയാണ് അടി വീഴുക എന്ന് ഊഹിക്കാൻ പോലും തനിക്ക് കഴിയില്ല. ആഹാ, അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാത്തിരിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. തന്നെ പോലെ കാക്കിക്കുപ്പായമിട്ട് നടക്കുന്ന ഒരുപാട് കള്ളന്മാര് നാട്ടിലുണ്ട്. അവരിൽ പലരും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഗതിയും മറ്റൊന്നായിരിക്കില്ല. കോടതി സഹായിച്ചില്ലെങ്കിൽ എന്റേത് മാത്രമായ ഒരു കോടതിയായിരിക്കും
നിന്റെ വിധി പ്രസ്താവിക്കുന്നു. ആ വിധി സ്വൽപ്പം മോശമായിരിക്കും. എന്റെ ലക്ഷ്യം എനിക്കിപ്പോൾ കൂടുതൽ വ്യക്തമായി. ഇതുവരെയുള്ള പ്രവൃത്തികൾക്ക് പ്രായശ്ചിത്തമാകണമെങ്കിൽ, അവന് പൊള്ളണമെങ്കിൽ രണ്ടിനും വഴിയൊന്നേ ഉള്ളൂ. തോട്ടങ്ങൾ കത്തി ചാമ്പലാവണം. അതുകൊണ്ട് ഞാൻ പുറപ്പെടുകയാണ് ഡോക്ടർ. അത് തന്നെയാണ് വേണ്ടത്. രാമനാഥൻ ഒരു മൃഗമാണ്. ഡോക്ടർ കരുതിയിരിക്കണം, പ്രത്യേകിച്ച് ഞാൻ തിരിച്ചു വരുന്നവരെയെങ്കിൽ. എനിക്കറിയാം. എനിക്കെന്തായാലും വിനോദിനെ എത്രയും പെട്ടെന്ന് കണ്ടേ തീരും. നമ്മൾ തമ്മിലുള്ള കാര്യങ്ങൾ, രാമനാഥനെ കുറിച്ച് എല്ലാം ഞാൻ അയാളോട് പറഞ്ഞു നോക്കാം. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കട്ടെ. എന്റെ പെങ്ങൾ അയാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചു പോയതല്ലേ.